വെറും 3 ദിവസം കൊണ്ട് നല്ല അടിപൊളി മുന്തിരി വൈൻ ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ലാന്നറിയാം. കാരണം ദേ ഈ ഒരു വൈൻ കുടിച്ചു നോക്കുന്നവരെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇത് വിശ്വസിച്ചിട്ടില്ലായിരുന്നു. നമ്മളിവിടെ കുരുവുള്ള കറുത്ത മുന്തിരി 1 കിലോ വെച്ചിട്ടാണ് വൈൻ ഉണ്ടാക്കുന്നത്. ഉപ്പും വിനിഗറും ഇട്ട വെള്ളത്തിൽ കുറെ നേരം അങ്ങ് വെച്ചിട്ട് പിന്നെ ഒരു 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുത്ത മുന്തിരി ദേ ഓരോന്നോരോന്നായിട്ട് അടത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നെ സഹായിക്കാനായിട്ട് മോളും കൂടി ഉള്ളതുകൊണ്ട് പണി വേഗം കഴിഞ്ഞു കേട്ടോ. ഇതിലേക്ക് ഞാൻ 3/4 കിലോ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും പഞ്ചസാര ചേർക്കുമ്പോൾ മധുരം ഉണ്ടെന്നേ ഉള്ളൂ, അതിമധുരം ഇല്ല കേട്ടോ. ഇനി കഴുകി വൃത്തിയാക്കിയ 4-5 ഏലക്ക, 5-6 ഗ്രാമ്പു, ചെറിയൊരു കഷ്ണം കറുവപ്പട്ട. ഇതിലേക്ക് 1.5 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നല്ലപോലെ അങ്ങ് വേവിച്ചെടുക്കുക കേട്ടോ. കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ വേവിച്ചെടുത്താൽ മതി. ഇനി ആ തവി കൊണ്ട് തന്നെ മുന്തിരി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. നന്നായിട്ട് തണുത്ത ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും 1 കൈപ്പിടി ഗോതമ്പൊടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഒരു തുണി വെച്ചൊന്ന് കെട്ടി ഒരടപ്പിട്ട് മൂടി വെക്കുക കേട്ടോ. പിറ്റേ ദിവസം ഇതേ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് അതൊന്ന് തുറന്നിട്ട് ഒട്ടും വെള്ളമയം ഇല്ലാത്ത ഒരു തടിത്തവി വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഇതേപോലെ കെട്ടി മൂടി വെച്ച് പിറ്റേ ദിവസം ഇതേ സമയമാകുമ്പോൾ ഇതേ പ്രോസസ്സ് തന്നെ ചെയ്തുകൊണ്ടിരിക്കാവേ, നമ്മുടെ സാധാരണ വൈൻ ഉണ്ടാക്കുന്നത് പോലെ. രണ്ടാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ. വൈൻ്റെ ആ സ്ട്രോങ് മണം അടിച്ചു തുടങ്ങും. മൂന്നാമത്തെ ദിവസം നമ്മൾ ഇതേപോലെ തന്നെ അങ്ങ് ഇളക്കിയിട്ട് ഒട്ടും വെള്ളമയം ഇല്ലാത്ത വേറൊരു പാത്രത്തിലോട്ട് അങ്ങ് അരിച്ചൊഴിക്കുക കേട്ടോ. ഈ പാത്രത്തിലും അരിപ്പയിലും ഒന്നും ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവരുതേ. ഇനി ഇതൊരു 4-5 മണിക്കൂർ നമുക്ക് അങ്ങ് അടിയാനായിട്ട് മാറ്റി വെക്കാം. എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ താഴെ വന്ന് കിടന്നോളൂ. ഇനി ഒരു ചില്ലുകുപ്പിയിൽ ഇട്ടങ്ങ് സൂക്ഷിച്ചു വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളൂ. ഇത് വൈനാണ്, ജ്യൂസ് അല്ല.